അതിർത്തി കടന്നെത്തുന്ന വിഷപച്ചക്കറികൾക്ക് പിന്നാലെ ജൈവ ജില്ലയായ കാസർഗോഡ് നിരോധിത കീടനാശിനി ഉപയോഗിക്കുന്ന പച്ചക്കറികളും സുലഭമാകുന്നു. കൃഷിയിടങ്ങളിൽ ഉപയോഗം തടയാൻ സംവിധാനമില്ലാത്തതാണ് കീടനാശിനി പ്രയോഗം വ്യാപകമാവാൻ കാരണം. പൊള്ളുന്ന വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നതാകട്ടെ കീടനാശിനികൾ പ്രയോഗിച്ച പച്ചക്കറികളാണ്. 2010 ഡിസംബർ 2-നാണ് സർക്കാർ ജൈവ കാർഷിക നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ ചുവപ്പും കടും മഞ്ഞയും ലേബലുകളിൽ വിൽക്കപ്പെടുന്ന കീടനാശിനികൾ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. എന്നാൽ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് നിരോധിത കീടനാശിനികൾ വ്യാപകമായി ഉപയോഗിക്കുന്നത്. വ്യാപകമായി ഇവിടെ ലഭ്യമാവുന്ന പച്ചക്കറിയും ഭക്ഷ്യപദാർത്ഥങ്ങളും പലതും ഇപ്പോഴും വളമുപയോഗിച്ചതും കീടനാശിനികൾ ഉപയോഗിച്ചതുമൊക്കെ തന്നെയാണ്. ജില്ലയിലെ മിക്ക സ്റ്റാളുകളിലും ഇപ്പോൾ വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്നത് രാസ കീടനാശിനികൾ തെളിച്ച പച്ചക്കറികളാണ്. ഇതിനു പുറമെ ഓണ സീസൺ ലക്ഷ്യമിട്ട് കർണാടകയിൽ നിന്നും ഇത്തരത്തിൽ വ്യാപകമായി പച്ചക്കറികൾ അതിർത്തി കടന്ന് എത്തുന്നുണ്ട്. ഫലത്തിൽ ഈ ഓണ സീസണിലും ജില്ലയിൽ ആശ്രയിക്കേണ്ടി വരിക കീടനാശിനികൾ ഉപയോഗിച്ച പച്ചക്കറികളെയാണ്. ക്യാമറമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.